ലോകത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് സഭയായ ചർച്ച് ഓഫ് ഗോഡിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. $173 രാജ്യങ്ങളിലായി 36,000-ലധികം ചർച്ചുകളും 7 മില്യൺ വിശ്വാസികളും അടങ്ങുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ചർച്ച് ഓഫ് ഗോഡ്. അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റിലുള്ള ക്ലീവ്ലാൻഡിലാണ് ഈ സഭയുടെ ആസ്ഥാനം. സഭയുടെ ആരംഭം കുറിച്ചതും ഇവിടെ തന്നെയാണ്. അമേരിക്കയിലെയും ഇതര രാജ്യങ്ങളിലെയും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മിഷൻ ബോർഡ് ആണ്. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശിക ശാഖ 1 നൂറ്റാണ്ടോളമായി ഇന്ത്യയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ പെന്തക്കോസ്ത് സന്ദേശത്തിന് അടിത്തറ പാകിയ പാസ്റ്റർ റോബർട്ട് എഫ് കുക്ക് 1913 ഒരു സ്വതന്ത്ര സുവിശേഷ പ്രവർത്തകനായിട്ടാണ് തിരുവിതാംകൂറിൽ എത്തിയത്. അദ്ദേഹം ഗ്രഹിച്ചതും വിശ്വസിച്ചതുമായ ആത്മീയ സന്ദേശം അറിയിപ്പാൻ തിരുവിതാംകൂറിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. ഇടമൺ, ഇളമ്പൽ, കരിക്കം, തൃക്കണ്ണമങ്ങൽ, കൊട്ടാരക്കര, മഴുക്കീർ, മേപ്രാൽ മുതലായ സ്ഥലങ്ങളിൽ പാസ്റ്റർ കുക്ക് താമസിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട്. റോബർട്ട് എഫ് കുക്ക് കടന്നുപോയ സഭകളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ, അത് സംബന്ധിച്ച വീഡിയോകൾ നേരത്തെ നൽകിയിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. 1923 മുളക്കുഴ വില്ലേജിൽ MC റോഡിന് സമീപം പേരളശ്ശേരി എന്ന സ്ഥലത്തുള്ള ഒരു കുന്ന് വാങ്ങി. അതാണ് ഇന്നത്തെ സിയോൻ കുന്ന്, അതായത് മൗണ്ട് സിയോൻ. അവിടെ അദ്ദേഹം താമസിച്ച് പ്രവർത്തനം ആരംഭിച്ച കാലത്ത് സഹപ്രവർത്തകരായി KE എബ്രഹാം, MK വർഗീസ് മുതലായ ശ്രേഷ്ഠന്മാരും പ്രശസ്തരുമായ കർത്തദാസന്മാർ ഉണ്ടായിരുന്നു. പാസ്റ്റർ കുക്ക് വാങ്ങിയ കുന്നിന് സിയോൻ കുന്ന് എന്ന് പേരിട്ടു. അവിടെ താമസത്തിനായി ഒരു കെട്ടിടം പണിതു. ഈ സമയത്ത് മധ്യ തിരുവിതാംകൂറിൽ 50-ൽ പരം പ്രാദേശിക സഭകൾ ഉണ്ടായിരുന്നു. 1923 ആറാട്ടുപുഴയിൽ പമ്പ നദിയുടെ മണൽപ്പുറത്ത് വെച്ചാണ് ആദ്യത്തെ വാർഷിക കൺവെൻഷൻ നടക്കുന്നത്. ഇതിനിടയിൽ പാസ്റ്റർ KE എബ്രഹാം റവറന്റ് കുക്കുമായുള്ള ബന്ധം വിട്ട് പുതിയ സഭ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആരംഭിച്ചു. കുക്ക് സാഹിബ് ദൈവാശ്രയത്തിലും ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിലും തൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നീങ്ങി. യാതൊരു വിദേശ മിഷൻ സംഘടനകളുടെയും സഹായം കൂടാതെയാണ് അദ്ദേഹം ഇതപര്യന്തം പ്രവർത്തിച്ചത്. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ കെട്ടുറപ്പുള്ള ഒരു സഭയോട് യോജിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ദൈവസഭയുടെ മിഷണറി റവറന്റ് JH ഇൻഗ്രാം ഇന്ത്യയിൽ വന്നു. റവറന്റ് കുക്കിനെയും റവറന്റ് ഇൻഗ്രാമിനെയും പരിചയമുള്ള തമിഴ്നാട് സ്വദേശിയായ ഒരു സുവിശേഷകൻ ഇവരെ തമ്മിൽ പരിചയപ്പെടുത്തി. ഇവർ രണ്ടുപേരും സഭാപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. തമിഴ്നാട് സ്വദേശിയായ ഒരു സുവിശേഷകൻ എന്നിവിടെ പരിചയപ്പെടുത്തിയ അദ്ദേഹം ജോൺ മനോഹ എന്ന സുവിശേഷകനാണ്. ഈ സമയത്ത് ദൈവസഭയുടെ മിഷണറി റവറന്റ് JH ഇൻഗ്രാം ഇന്ത്യയിൽ വന്നു. റവറന്റ് കുക്കിനെയും റവറന്റ് ഇൻഗ്രാമിനെയും പരിചയമുള്ള ജോൺ മനോഹ എന്ന സുവിശേഷകൻ ഇവരെ തമ്മിൽ പരിചയപ്പെടുത്തി. ഇത് സംബന്ധിച്ചും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. ഇവർ രണ്ടുപേരും സഭാപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. റവറന്റ് ഇൻഗ്രാം തിരുവിതാംകൂറിൽ വന്ന് കുക്ക് സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ട് വിശദമായ റിപ്പോർട്ട് ദൈവസഭയുടെ മിഷൻ ബോർഡിന് നൽകി. മിഷൻ ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടി ദൈവസഭ റവറന്റ് കുക്കിനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായുണ്ടായ സഭകളെയും സ്വീകരിച്ചു. അങ്ങനെ 1936 മുതൽ 1948 വരെ 12 വർഷം മിഷണറി ഓവർസിയറായി ദൈവസഭയെ അദ്ദേഹം നയിച്ചു. ഈ സമയത്ത് സെക്രട്ടറിയായി പാസ്റ്റർ TM വർഗീസ്,
പ്രവർത്തിച്ചു. 1948 റവറന്റ് ഫ്രഞ്ച് മിഷണറി ഓവർസിയറായി വന്നു. 1949 കോയമ്പത്തൂരിലാണ് സഭ രജിസ്റ്റർ ചെയ്തത്. 1950 റവറന്റ് കുക്ക് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി. 1952 തുടർന്ന് മിഷണറി ഓവർസിയറായി വന്നത് റവറന്റ് വില്യം പോസ്പിസിൽ ആയിരുന്നു. 1950 മുതൽ പാസ്റ്റർ TM വർഗീസ് ഫീൽഡ് സെക്രട്ടറിയായി സേവനം ചെയ്തു വന്നു. 1964 വരെ അദ്ദേഹം ഈ ചുമതല വഹിച്ചു. 1952 മിസ് ഡോറ പി മയേഴ്സ് ഇന്ത്യയിൽ വന്നു. മുളക്കുഴ മൗണ്ട് സിയോൺ ബൈബിൾ സ്കൂളിൻ്റെ അധ്യാപികയായി ദീർഘനാളുകൾ ഇവർ സേവനം ചെയ്തു വന്നു. തുടർന്ന് റവറന്റ് ടേണറും ഭാര്യയും അവരുടേതായ സംഭാവനകൾ നൽകി. 1965 റവറന്റ് റോബർട്ട് റീസർ കേരളത്തിൽ വന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾക്കും ബൈബിൾ സ്കൂൾ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സേവനം മുതൽക്കൂട്ടായി തീർന്നു. 1967 വരെ ഇന്ത്യയിലെ ദൈവസഭയുടെ ആസ്ഥാനം ചെങ്ങന്നൂരിന് സമീപമുള്ള മുളക്കഴയായിരുന്നു. പ്രസ്തുത വർഷം വരെ കുമ്പനാട്ട് ബെതേൽ മൈതാനത്ത് നടന്ന ജനറൽ കൺവെൻഷനും അഖിലേന്ത്യാ തലത്തിലുള്ളതായിരുന്നു. 1972 കേരളത്തിലെ സഭ ഇന്ത്യ ദൈവസഭ കേരള സ്റ്റേറ്റ് എന്നും കേരള ഡിവിഷൻ എന്നും രണ്ടായി വിഭജിച്ചു. ഇന്ത്യയെ മൊത്തത്തിൽ 7 റീജിയനുകളായി തിരിച്ച് അതാതിൻ്റെ ഓവർസിയർമാർ ഭരണം നടത്തിവരുന്നു. 1965 പാസ്റ്റർ യു തോമസ് ആദ്യത്തെ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവായി ചുമതലയേറ്റു. അതിനുശേഷം 1966-67 വർഷങ്ങളിൽ റവറന്റ് ലിൻസെ മിഷണർ ഓവർസിയറായും 1968-1970 വരെ പാസ്റ്റർ PC ചാക്കോയും 1970-1978 വരെ പാസ്റ്റർ AV എബ്രഹാമും 1977-78 കാലഘട്ടങ്ങളിൽ പാസ്റ്റർ MB ചാക്കോയും പിന്നീട് പാസ്റ്റർ PAV സാമും തുടർന്ന് പാസ്റ്റർ VC ഇട്ടിയും KC ജോണും PJ ജെയിംസും CC തോമസും M കുഞ്ഞപ്പിയും ഇപ്പോൾ പാസ്റ്റർ Y റജിയും ഓവർസിയറായി പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് ഇന്ത്യ ദൈവസഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നു. 2 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റേറ്റ് കൗൺസിൽ ഓവർസിയർമാരെ ഭരണത്തിന് സഹായിക്കുന്നു. ദൈവസഭയിലെ ശുശ്രൂഷകന്മാരാണ് 15 അംഗ കൗൺസിലിനെ തിരഞ്ഞെടുക്കുന്നത്. 1928 ദൈവസഭയുടെ ബൈബിൾ സ്കൂൾ പ്രവർത്തനത്തിന് മുളക്കുഴ സിയോൻ കുന്നിൽ ആരംഭം കുറിച്ചത്. തിരുവിതാംകൂറിലെ ഏറ്റവും പഴക്കമുള്ള പെന്തക്കോസ്ത് വേദശാസ്ത്ര പാഠശാലയാണ് മുളക്കുഴ മൗണ്ട് സിയോൻ ബൈബിൾ കോളേജ്. ഇപ്പോൾ ഇത് സെമിനാരിയായി ഉയർന്നിട്ടുണ്ട്. തിരുവല്ലയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജും ആരംഭിച്ചിരുന്നു. മുളക്കുഴ മൗണ്ട് സിയോൻ ബൈബിൾ കോളേജിൽ നിന്ന് ദൈവവചനം പഠിച്ച് പരിശീലനം നേടിയ ശേഷം ദൈവം തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ച് അനേകം ആത്മാക്കളെ നേടി നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു വലിയ ശുശ്രൂഷക വൃന്ദം ഈ സഭയ്ക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനം ഉണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന മലയാളികളിൽ നല്ല ഒരു ഭാഗം ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആരംഭകാലങ്ങളിൽ മിഷണറിമാർ ബൈബിൾ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിലും പിൽക്കാലത്ത് പ്രാദേശികരായ കർത്തൃദാസന്മാർ തന്നെ ഇതിന് ശക്തമായ നേതൃത്വം നൽകി. പാസ്റ്റർ MV ചാക്കോ, MI ജോസഫ്, ഷാമുവൽ ജെയിംസ്, KC ജോൺ എന്നിവർ വിവിധ കാലയളവുകളിൽ ഡയറക്ടർമാരായി പ്രവർത്തിച്ചു. പാസ്റ്റർ PJ ജെയിംസ്, പാസ്റ്റർ M കുഞ്ഞപ്പി, പാസ്റ്റർ KC ജോൺ ജെയിംസ്, പാസ്റ്റർ M കുഞ്ഞപ്പി, പാസ്റ്റർ CC തോമസ്, പാസ്റ്റർ Y റജി തുടങ്ങിയവർ സേവനവും മറക്കാനാവുന്നതല്ല. ഭക്തി നിർഭരവും മാതൃകാപരവുമായ ജീവിതം നയിക്കുകയും ത്യാഗപൂർവ്വം കർത്തൃവേല നിവർത്തിക്കുകയും ചെയ്ത അനേകം ഭക്തന്മാർ മുളക്കുഴ മൗണ്ട് സിയോൻ ബൈബിൾ സ്കൂൾ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാസ്റ്റേഴ്സ് TM വർഗീസ്, ART അതിശയം, എലയാസർ ജോൺ, PC ചാക്കോ, PV തോമസ്, മാലക്കര പാപ്പിസാർ എന്നിവർ അക്കൂട്ടത്തിൽ പ്രഥമ ഗണനീയരാണ്. YPE യങ് പീപ്പിൾസ് എൻഡവർ പ്രധാന ഘടകം ലോക്കൽ യൂണിറ്റാണ്. യുവജനങ്ങൾക്കായി ആരംഭിച്ച ഈ സംഘടന പ്രാദേശിക തലത്തിൽ ഒരു സെക്രട്ടറിയും ഡിസ്ട്രിക്ട് തലത്തിൽ ഓരോ ഓർഗനൈസർമാരും YPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സ്റ്റേറ്റ് തലത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഭരണ ചുമതല വഹിക്കുന്നു. ഇവരെ ഭരണത്തിൽ സഹായിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂത്ത് ബോർഡും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പാസ്റ്റർ PC ചാക്കോ YPയുടെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ദൈവസഭയുടെ സൺഡേ സ്കൂൾ പ്രവർത്തനവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു.
എല്ലാ ലോക്കൽ സഭകളിലും സൺഡേ സ്കൂൾ യൂണിറ്റുകളുണ്ട്. പാസ്റ്റർ CK ജോൺ ആയിരുന്നു ദൈവസഭയിൽ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. 1947 വരെ അദ്ദേഹം പ്രസ്തുത ചുമതല വഹിച്ചു. സുവിശേഷ പ്രവർത്തനത്തിനും ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്കും വേരോട്ടം ഒട്ടുമില്ലാത്ത കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലും മലയോര പ്രദേശങ്ങളിലും കടൽത്തീര പ്രദേശങ്ങളിലും രക്ഷാസന്ദേശം വിളംബരം ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് 2001 ചർച്ച് ഗ്രോത്ത് മിഷൻ ആരംഭിച്ചു. ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ് പാസ്റ്റർ M. കുഞ്ഞപ്പിയായിരുന്നു. ഔദ്യോഗിക നാവായി സുവിശേഷനാദം എന്ന മാസിക അറിയപ്പെടുന്നു. 1952 ഗോസ്പൽ എക്കോസ് എന്ന പേരിൽ തുടങ്ങിവെച്ച പ്രസിദ്ധീകരണമാണ് സുവിശേഷനാദം എന്ന പേരിൽ പുറത്തിറങ്ങുന്നത്. ദീർഘനാളുകൾ ബ്രദർ T. യോഹന്നാൻ ഇതിൻ്റെ മാനേജറായി പ്രവർത്തിച്ചിരുന്നു. 66 പുസ്തകങ്ങളടങ്ങിയ വേദപുസ്തകമാണ് ദൈവസഭയുടെ ഏക ആധികാരിക ഗ്രന്ഥം. പരിശുദ്ധ തൃത്വോപദേശം, യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, വരാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ച മുതലായവ ദൈവസഭ ഉറപ്പായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉപദേശ വിഷയങ്ങളാണ്. വിശുദ്ധ ജീവിതം, പ്രാർത്ഥന, ആരാധന എന്നിവയ്ക്ക് സഭ മുൻതൂക്കം നൽകുന്നു. ശുശ്രൂഷകൻ മാത്രമല്ല, ഓരോ വിശ്വാസിയും സുവിശേഷ വേലയിൽ ഉത്സുകരായിരിക്കണമെന്ന് ദൈവസഭ നിഷ്കർഷിക്കുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.